ഹലോ, ഇന്നപ്പോൾ വാട്ട ഈറ്റിന് ഡേ ആട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് എന്താണ് ഞാൻ കഴിക്കണമെന്നുള്ളത് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ആക്ച്വലി ഞാൻ വണ്ണം കൂടി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കൂടിയിട്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പനിയും പാറുവിന് പനിയും ഒക്കെ കൂടി വന്ന് ഒരു 3-4 ആഴ്ച ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. പക്ഷെ നമ്മൾ മുന്നേറുക, നമ്മൾ വീണ്ടും ശ്രമിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് 4 മണിയാകുമ്പോൾ എണീറ്റു, ചെറിയ ഫേസ് യോഗ ഒക്കെ ചെയ്തു. അതിന് ശേഷം അതേ നമ്മുടെ എന്താ പറയുക, മോർണിംഗിലത്തെ ഡ്രിങ്ക്, ഇത് വെയിറ്റ് ലോസിന് മാത്രമല്ല, നമുക്ക് ഇതിൽ നാരങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, വേപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് വരില്ല, അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊരു ഫുൾ ബോഡി ഉണർവ് കിട്ടാനൊക്കെ നല്ലതാണ്. പിന്നെ പലരും എന്നോട് പറയാറുണ്ട് ഇരുന്ന് കുടിക്കുന്നൊക്കെ. പക്ഷെ ഞാൻ എങ്ങനെയാണ് കുടിക്കാന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ ഒന്നും കുടിക്കുന്നതാ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ കുടിക്കില്ല. ഞാൻ പണിയെടുക്കും, അവിടെ കഷ്ണങ്ങൾ പച്ചക്കറി അരിയും, ഇവിടെ അടുപ്പിൽ നോക്കും, എന്തൊക്കെ വേന്തോ അത് കടുക് കാച്ചും, അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കുടിക്കും. അങ്ങനെയാണ് ചെയ്യാട്ടോ. ഇതിപ്പോൾ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഞാൻ കുടിക്കുന്നുണ്ട്, ഞാൻ കുടിക്കുന്നതാണ് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യണതല്ലേ, അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ചെയ്യണത്, ചായ കൂടി നിർത്തിയപ്പോഴേ അതിന് പകരം നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഈ ചായയും കാപ്പിയൊക്കെ കൂടി നിർത്താൻ പറ്റാത്തവർക്ക് ചായയും കാപ്പി ഉപേക്ഷിക്കുക. അതിന് പകരം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലേക്ക് റാഗി എടുക്കുക. റാഗി 1-2 ടീസ്പൂൺ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ടീസ്പൂണോ അങ്ങനും ശർക്കര ചേർക്കാം, പൊടിയോ അല്ലെങ്കിൽ ഇങ്ങനെ ശർക്കര ചീവിയിട്ടോ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമുക്ക് ഫുൾ ബോഡിക്ക് നല്ലതാണ്, നമ്മുടെ മുടിക്കും സ്കിന്നിനും നഖങ്ങൾക്കും ഹെയറിനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഒക്കെ നല്ല ബെനിഫിറ്റ് ഉള്ളതാണ്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ആ ഒരു കട്ടകളൊക്കെ ഉടച്ച് നമ്മൾ നന്നായി ചൂടാക്കി കുറുക്കിയെടുക്കുക. അപ്പോൾ നമുക്കിത് ഇതുമാതിരി കിട്ടും. കുറച്ച് വെള്ളം മാതിരി എടുത്ത് നമ്മൾ ചായ കുടിക്കണം, അതുപോലെ തന്നെ തോന്നും. അപ്പോൾ നമുക്ക് നല്ലതാണ്. അപ്പോൾ ഞാൻ അതങ്ങനെ കുടിക്കണു. അതും ഞാനിങ്ങനെ ഇരുന്ന് കുടിക്കാനുള്ള സമയമില്ല, ഞാൻ ഓടി നടന്ന് കുടിക്കുക ചെയ്യാറ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അങ്ങനെ നിന്ന് കുടിക്കണതായിട്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഇനി ബാക്കി തീർക്കണം, എന്നിട്ടാണ് ഇപ്പോൾ അടുത്ത പരിപാടിയൊക്കെ കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലതാണ്. നമുക്കിങ്ങനെ വേറെ മറ്റു സാധനങ്ങളൊന്നും വലിച്ചു വരി നമുക്ക് കഴിക്കാൻ തോന്നില്ല, വയറ് ഫില്ല്. അപ്പോൾ ഞാൻ ഏകദേശം അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യണം. എല്ലാ പണിയും കഴിഞ്ഞ് ഒരു പരിപാടി, നേരത്തെ എണീക്കുന്നതല്ലേ. അത് കഴിഞ്ഞതേ നമ്മുടെ വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ അടുത്ത് ചെയ്യണത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്കങ്ങനെ വിശപ്പ് കുറവാണ് റാഗിയുടെ ഡ്രിങ്ക് കുടിക്കുമ്പോഴേ. അപ്പം ഞാൻ ഇനി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്കൗട്ട് ചെയ്യണത്, ഞാനൊരു എഗ്ഗ് കഴിക്കും. ഒരു എഗ്ഗ് ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ, അപ്പോൾ അത് കഴിക്കും. എന്നിട്ട് വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കും, ഫ്രൂട്ട്സ് വല്ലതും. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു എന്താ പറയുക ആ ഒരു കംപ്ലീറ്റ് ഭയങ്കര കട്ട വെയിറ്റ് ലോസിലേക്ക് അങ്ങനെ പോയിട്ടില്ല എൻ്റെ ആ ഒരു ഡയറ്റിലേക്ക്. അപ്പം ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിയും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാൻ ഒന്ന് ഹെൽത്തിനെ കൂടുതൽ ശ്രദ്ധിക്കാമെന്ന് ഓർത്തിട്ട് വെയിറ്റ് ലോസ് അത് കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ചു, വെയിറ്റ് ലോസിൻ്റെ ആ ഒരു ഡയറ്റൊക്കെ. അപ്പോൾ വെള്ളം നിറച്ചിട്ടുണ്ട്, ഞാൻ കുറച്ച് കുടിച്ചു കേട്ടോ. ഇത് 3 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം ബോട്ടിൽ. ആർക്കെങ്കിലും എന്നോട് ചോദിക്കലുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ടാഗ് ചെയ്യാൻ പറ്റുമല്ലോ, അപ്പോൾ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ബോട്ടിൽ. ഇതിപ്പോൾ കുറച്ച് നാളായിട്ടോ, ഏകദേശം 1 കൊല്ലം ആവാറായിട്ട് ഞാൻ മേടിച്ചിട്ട്. നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് മുടിയൊക്കെ ഒന്ന് കെട്ടി. അങ്ങനെ വർക്കൗട്ടിന് മുന്നേ ഞാൻ ഒരു മുട്ട കഴിക്കുന്നുണ്ട് കേട്ടോ, ബോയിൽഡ്, നമ്മുടെ പുഴുങ്ങിയ മുട്ട. പിന്നെ പഴം വല്ലതുണ്ടെങ്കിൽ അതും കഴിച്ചാൽ നല്ലതാണ്, നമുക്കൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ഇത് കിട്ടും. അപ്പോൾ അതങ്ങനെ കഴിച്ചു. അപ്പോൾ മിക്ക ദിവസം ഞാൻ മുട്ട കഴിക്കും കേട്ടോ, നല്ലതല്ലേ നമുക്ക് മുട്ട കഴിക്കുന്നത്. അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞാൽ എക്സസൈസ്, ഞാൻ ഡംബൽസ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് വാമപ്പ് എക്സസൈസും ഡംബൽസ്, മസിൽസിന് എക്സസൈസ്, അതുപോലെ തന്നെ നമ്മുടെ ത്രെഡ്മില്ലിൽ കാർഡിയോ, ഇത്രയും കാര്യങ്ങളായിട്ടോ നമ്മൾ ചെയ്യണത്. അപ്പോൾ നോക്കാം, നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കാര്യങ്ങളൊക്കെ. കുറച്ച് നമ്മളൊന്ന് ബാക്കിലേക്ക് പോയാലും നമ്മളത് തരണം ചെയ്ത് മുന്നിലേക്ക് വരണമല്ലോ, എന്നാലാണ് നമുക്കതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. നമ്മൾ പകുതി വെച്ച് നമുക്ക് വെയിറ്റ് കൂടി അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ആയെന്ന് പറഞ്ഞാൽ നിർത്തി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ. അപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു, ഒന്ന് ഫ്രീ ആയിട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ച് നട്ട്സ് ഇങ്ങനെ സീഡ്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാം കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഷൂട്ടിങ്, നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാനുള്ള മൂടൊന്നുണ്ടാവില്ല. പിന്നെ അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കുക, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്നാണ് എൻ്റെ ഒരിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇപ്പോൾ കഴിച്ചിട്ട് നേരെ ഫ്രഷായി ഇനി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ അതാണ്. ഇതിപ്പോൾ ഒരു 10 മണി 10:30 ആയിട്ടുള്ളൂ. ഇതൊരു 11:30 ആകുമ്പോൾ കഴിച്ചാലും മതി. പക്ഷെ ഞാൻ ഇങ്ങനെ നേരത്തെ കഴിക്കുകയാണ്. എന്നും ഈ സമയത്ത് കഴിക്കില്ല,
വിശപ്പ് തോന്നുമെങ്കിൽ നേരത്തെ കഴിക്കും, ഇല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലും നേരത്തെ കഴിക്കും, ഇല്ലെങ്കിൽ ഞാനൊരു 11:30 ആ സമയത്ത് കഴിക്കും. അപ്പോൾ നമുക്ക് ലഞ്ച് കുറച്ചും കൂടി കുറവാണ് നമ്മൾ എടുക്കുള്ളൂ, കാരണം വയറ്റിൽ ഇത്തിരി ഫില്ലിംഗ് ആയിട്ട് കിടക്കുന്നുണ്ടാവും ഇത്. അതൊക്കെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു ട്രിക്കുകൾ. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. കുറച്ചേ ഉള്ളൂ അത്ര, ഒരു ഇങ്ങനെ ഒരു പിടുത്തം എല്ലാം കൂടിയിട്ട്. ഇതിൽ നട്ട്സ്, സീഡ്സ്, അതുപോലെ ബ്ലാക്ക് റൈസിൻസ് ഇല്ലേ, മുന്തിരി, ഇതാ അതുണ്ട്. പിന്നെ നമ്മുടെ ചിയ സീഡ് ഉണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്, പിന്നെ പംകിൻ സീഡ് ഉണ്ട്, പിന്നെ നമ്മുടെ സൂര്യകാന്തിയിൽ സൺഫ്ലവർ സീഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇതുണ്ട്, എന്താ പറയുക, വാൾനട്ട്, ബദാം, കാഷ്യൂ. അപ്പം കഴിച്ചിട്ട് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പോട്ടെ. അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12 മണിയാവാറ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കാറ് നമ്മൾ വീട്ടിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകണം നെല്ലിക്ക എന്തായാലും ഇടും കേട്ടോ, കുക്കുമ്പർ. അപ്പോൾ കുക്കുമ്പർ ഞാൻ ഫുഡിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ചെയ്യണത് 2 നെല്ലിക്കയും ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതായത് നമ്മൾ പച്ചമഞ്ഞൾ ഉണക്കി പൊടിക്കില്ല അതാട്ടോ. അപ്പോൾ അതും അപ്പോൾ ഈ നെല്ലിക്ക നമ്മൾ ചതച്ചിട്ട് 2 നീരെടുത്തിട്ട് ഒരു നുള്ള് ഈ പച്ചമഞ്ഞൾ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കുഞ്ഞു ഷോട്ട് മാതിരി കുടിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഭയങ്കര നല്ലതാട്ടോ. നമുക്കിപ്പോൾ അങ്ങനെ ഏജ് ആയിക്കൊണ്ടിരിക്കല്ലേ, അപ്പോൾ അതിനൊക്കെ ഏജിങ് പ്രോസസ്സിന് ആ ഒരു നിനക്ക് ഡിലേ ചെയ്യാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ ഫുൾ ബോഡിക്ക് നല്ലതാണ്. ഒരു നുള്ളിടുള്ളൂ കേട്ടോ, ഒരു ടീസ്പൂണൊന്നും ഇടില്ല, ഒരു നുള്ള് ഈ പച്ചമഞ്ഞളിടും, എന്നിട്ട് മിക്സ് ചെയ്ത് കുടിക്കും. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചാൽ ഇത് രണ്ടും ഷോട്ട് റെഡി ആയിട്ടുണ്ട്, വിറ്റമിൻ സി ഷോട്ട്. ഇതാ അപ്പോൾ നമുക്കിത് കുടിക്കാം. ഒറ്റ വലിക്ക് നല്ല പുളി മധുരം മീൻസ് നെല്ലിക്കയുടെ ഒരു ടേസ്റ്റ് ഇല്ലേ, അതും ഒക്കെ ഉണ്ടാവും. ഒരു നുള്ളാണ് മഞ്ഞളിട്ടുള്ളത്. പിന്നെ എന്നും മഞ്ഞളിട്ട് അങ്ങനെ കുടിക്കില്ല കേട്ടോ, തോന്നുമ്പോൾ കുടിക്കും. ഓക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുളിച്ച് വന്നിട്ട് നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണം ഇത് നമ്മുടെ കാലത്തുണ്ടാക്കിയ റാഗിയുടെ ഉണ്ണിയപ്പമല്ല, റാഗി നമ്മളിങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കില്ലേ, അത് നമ്മൾ ഉണ്ണിയപ്പം പോലെ ആക്കിയിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ തട്ടിൽ കോരി ഒഴിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പാക്കുക. അപ്പോൾ പാറുവിന് ഭയങ്കര ഇഷ്ടമാണ്. കാലത്തുണ്ടാക്കിയ ഗ്രീൻ ബീൻസ് ഉണ്ട്, പിന്നെ ഇത് ഉള്ളിത്തീയലാണ്. പിന്നെ ഈ ഒരു അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അടുത്ത് മേടിച്ചതാണ്. ഈന്തപ്പഴവും നമ്മുടെ എന്താ പറയുക നാരങ്ങയില്ലേ, അതും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ്, വല്ലാണ്ട് മധുരമില്ല, എന്നാൽ പുളിയും ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ. പിന്നെ നമ്മൾ എടുക്കാറുള്ള കുക്കുമ്പർ ഇത് എനിക്കൊരു വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഞാൻ കുറച്ച് എടുത്തപ്പോൾ അതവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ കുക്കുമ്പർ. അപ്പോൾ ഇതാ സംഭവം സെറ്റ്, ഇനി കഴിക്കാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതാ ഈ നാരങ്ങാച്ചാറ് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഉള്ളിത്തീയൽ ഇന്നലെ ഉണ്ടാക്കിയതാണ്, ഇന്ന് പരിപ്പൂട്ടാൻ ഞാൻ എടുത്തില്ല, ഉള്ളിത്തീയൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ എടുത്തു. അപ്പോൾ കഴിക്കാം കേട്ടോ. ഇനി അമ്മ വരുമ്പോഴേക്ക് ഞാൻ കുറച്ച് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, അവിയൽ നനയ്ക്കില്ലേ, അപ്പോൾ അത് ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ ഫുഡ്, എൻ്റെ വൈകുന്നേരത്തെ ഫുഡ് കേട്ടോ. പിന്നെ പിള്ളേരുടെയൊക്കെയും അച്ഛൻ്റെയും 4 മണിയിലത്തെ ചായ. അച്ഛൻ കഴിക്കില്ല, അച്ഛന് മധുരമുള്ളതൊന്നും ഇഷ്ടമില്ല. അപ്പം ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ വന്നിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പം ഞാനും കുറച്ച് കഴിക്കും, പിന്നെ ഞാൻ അങ്ങനെ ഒന്നും കഴിക്കില്ല കേട്ടോ. അപ്പം ഞാനിപ്പം ചായ, പാലിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചിട്ടുണ്ട്. മധുരം ഫുള്ളായിട്ട് കുറച്ചിട്ടില്ല, ശർക്കര ഉപയോഗിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫുഡ്. പിന്നെ വല്ല കുക്കുംബറോ അല്ലെങ്കിൽ വല്ല ജ്യൂസോ വല്ലതൊക്കെ കുടിക്കും, വല്ല വിശപ്പ് തോന്നുകയാണെങ്കിൽ ഗ്രീൻ ടീ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഹലോ അപ്പോൾ നമ്മുടെ അമ്മേനേക്കാൾ കൂടുതൽ പറയണേ പാവു ഒരു മൊത്തേ ഇങ്ങനെ പ്ലെയിൻ കിസ് കൊടുക്ക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ, കാരണം വേറെ ഞാൻ ഭക്ഷണമൊന്നും ഇനി കഴിക്കണില്ല, വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വേറെ ഒന്നും കഴിച്ചില്ല. പാർക്കുട്ടിക്ക് പാപ്പ് വേണ്ട, മാമ കഴിക്കണ്ടേ? പാർക്കുട്ടിക്ക് മാമ കൊടുക്കാൻ പോവാ, ഞാൻ ബ്രഷ് ചെയ്തിട്ട് വേണം. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു 8 മണിയായിട്ടുള്ളൂ.
ഞാൻ കഴിക്കില്ല. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു എന്താ പറയാ വാട്ട ഈറ്റിൻ്റെ ഡേ. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. ബൈ. ഉമ്മ. ടേക്ക് കെയർ. ലവ് യു ഓൾ. Love you all. Bye.